ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിൽ നിലവിൽ 0.5% കൂടുതൽ ഒരു നേട്ടം കാണുന്നുണ്ട്. 132 പോയിന്റുകളുടെ ഒരു മുന്നേറ്റത്തിൽ 24,700 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി ബാങ്ക് അതോടൊപ്പം തന്നെ നിഫ്റ്റിയും ഒക്കെ തന്നെ ഏത് ഡയറക്ഷൻ സ്വീകരിക്കാനുള്ള ഒരു ചാൻസസ് ആണ് കൂടുതൽ? ടെക്നിക്കലി മറ്റ് എന്ത് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെയാണ് നൽകാനുള്ളത്? യെസ് ജാസ്മിൻ, നിഫ്റ്റി ഇപ്പോൾ 0.54% മുന്നേറ്റവും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 0.25% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 36 സ്റ്റോക്കുകൾ അഡ്വാൻസായും 14 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 4 സ്റ്റോക്കുകൾ അഡ്വാൻസും 8 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിലെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 25,800 എന്ന ലെവലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 4-5 ഡേയ്സ് ആയിട്ട് നല്ല 50 വീക്ക് റേഷ്യോ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ സെക്ടർ റൊട്ടേഷൻ ആക്ഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഗുഡ് എൻവയോൺമെൻറ്റിൽ തന്നെയാണ് എന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെന്റം ബിൽഡപ്പ് ഫേസിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ക്വാളിറ്റി ബേസ് ബ്രേക്ക്ഔട്ട് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി കറന്റ് ട്രേഡ് ചെയ്യുന്നത്. 3 ജൂൺ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മൊമെന്റം കാൻഡിഡേറ്റ്സ് ആയി കൺസിഡർ ചെയ്യാവുന്നത് ടെക്നിക്കലി റെയിൽവേ സ്റ്റോക്സ് ആണ്. ഈ ഒരു സ്റ്റോക്ക് റെയിൽവേ സ്റ്റോക്സിലെല്ലാം നല്ലൊരു മൊമെന്റം ബിൽഡപ്പും നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.